ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണെന്നാണ്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും ഒരു ഡിസ്കൗണ്ടിങ് മെത്തേഡാണ്. അപ്പം NPV നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡും കണ്ടു. അപ്പം ഇതിൽ NPV മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആൻഡ് നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആൻഡ് അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ NPV കണ്ടുപിടിക്കുമ്പം നമ്മളൊരു പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാറുള്ളത്. അതായത് ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ. ബട്ട് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാകില്ല. നമ്മൾ അത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പ്രസന്റ് വാല്യൂയിലേക്ക് മാറ്റേണ്ട ആ പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം NPV നിങ്ങൾ പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിൽ നമുക്ക് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ബട്ട് IRRന്റെ കേസിൽ നമ്മൾ ഇന്റേണൽ ആയിട്ട് അങ്ങനെ ഒരു റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ റേറ്റ് ഓഫ് റിട്ടേൺ അവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്ന റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഇന്റർപൊലേഷൻ ഫോർമുല വെച്ചിട്ട് ഒരു റേറ്റ് ഓഫ് റിട്ടേൺ, പുതിയ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ വി ക്യാൻ സീ വാട്ട് ഇസ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പം ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? So to find the rate of return of a project, estimated cash inflow of each year are discounted at various rate till a rate is obtained at which present value of cash inflow is equal to initial investment or net present value equal to 0. എന്താണിത് മീൻ ചെയ്യുന്നത്? നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിൽ വി ആർ ട്രൈയിങ് ടു ഫൈൻഡ് എ rate of return at which present value of cash inflow should be equal to initial investment or NPV is equal to 0. അപ്പൊ ഇവിടെ നമുക്കൊരു റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, ഇന്റേണൽ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ച റേറ്റ് കറക്റ്റ് ആണോ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നത്? അവിടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഷുഡ് ബി ഈക്വൽ ടു പ്രസന്റ് വാല്യൂ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് അല്ലെ? അപ്പൊ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈക്വൽ ആകണം ആ വാല്യൂ വെച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ദെൻ ഈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അവിടെ NPV 0 ആണ്. NPVയുടെ ഇക്വേഷൻ ആണല്ലോ ഇത്. NPV 0 ആണ്. അപ്പം NPV 0 ആകുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലെങ്കിൽ ഇന്റർപൊലേഷൻ ഫോർമുല വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ടെക്നിക്കാണ് എന്ത്? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അത് ഇന്റേണൽ റേറ്റ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് 2-3 ഫോർമുലാസ് പഠിക്കാനുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ PV ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. PV ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇതാണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, അപ്പൊ PV ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഈ ഇക്വേഷൻ നമുക്ക് മുന്നേ പരിചയമുള്ളതാണ്. വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഇന്റർപൊലേഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ട് L plus P1 minus Q divided by P1 minus P2 into H minus L. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇതിലെ ഇക്വേഷനിൽ ഓരോ ടേംസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. L is equal to lower discount rate, H is equal to higher discount rate. ഇവിടെ H ഉണ്ട്, L ഉണ്ട്. Then P1 എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ലോവർ റേറ്റ്. P2 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ഹയർ റേറ്റ്. ദെൻ Q എന്ന് പറയുന്നത് നെറ്റ് ക്യാഷ് ഔട്ട്ലേ ആണ്, ഔട്ട്ഫ്ലോ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യണം. അപ്പം ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന എന്താണ്? നമ്മൾ ഒരു റേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇന്റേണൽ റേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു റേറ്റ് ഇല്ല. അവിടെ ആ റേറ്റ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന ആ റേറ്റ് എന്തായിരിക്കണം?
NPV 0 ആയിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന ആ ഒരു കൺസെപ്റ്റിൽ വേണം ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കണ്ടുപിടിക്കാൻ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. അപ്പൊ ഇവിടെ കാൽക്കുലേഷൻ ഓഫ് IRR കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രോജക്ട് കോസ്റ്റ് ₹6,000 ആൻഡ് ഈസ് എക്സ്പെക്ടഡ് ടു ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് ₹2,000 ഓവർ ഇറ്റ്സ് ലൈഫ് ഓഫ് 5 years. ഫൈൻഡ് IRR. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടെ നമ്മുടെ പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത്, അത് ഇനീഷ്യൽ ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഔട്ട്ലേ എന്ന് പറയുന്നത് എത്രയാണ്? 6,000 ആണ്. ആൻഡ് ദ ക്യാഷ് ഇൻഫ്ലോ ഈസ് 2,000. ഇവിടെ ക്യാഷ് ഇൻഫ്ലോ 2,000 എന്ന് തന്നിട്ടുണ്ട്, പക്ഷെ 5 വർഷമാണ് അതിന്റെ ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്, ഇവിടെ ഈക്വൽ ക്യാഷ് ഇൻഫ്ലോസ് ആണ് ഇവിടെ വരുന്നതെന്ന് മനസ്സിലായി ക്വസ്റ്റ്യനിൽ. കാരണം ഡിഫറെന്റ് ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടില്ല. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദീസ് ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ. അപ്പൊ എല്ലാ വർഷവും 2,000 രൂപ വെച്ച് 5 വർഷത്തേക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇൻഫ്ലോ കിട്ടി ആൻഡ് ഔട്ട്ഫ്ലോ ഇസ് 6,000 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? IRR കണ്ടുപിടിക്കാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 4 സ്റ്റെപ്പ് അല്ല 3 സ്റ്റെപ്പ് പ്രോസസ് ആണ് IRR കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? ഫൈൻഡ് PV ഫാക്ടർ. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? PV ഫാക്ടർ കണ്ടുപിടിക്കണം. PV ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. സോ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു? നമ്മുടെ പ്രോബ്ലത്തിലെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 6,000 ആണ് അല്ലെ? 6,000 ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എത്രയായിരുന്നു? 2,000 ആണ്. എല്ലാ വർഷവും 2,000. സോ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് നമുക്ക് കിട്ടും. 3 PV ഫാക്ടർ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. സോ ഈ കിട്ടുന്ന ഈ 3 വെച്ച് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 3 വെച്ച് നമ്മുടെ പ്രസന്റ് വാല്യൂ ആനിറ്റീവ് ടേബിളിൽ നിന്ന് നമ്മൾ 2 ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ദെൻ ആ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് വെച്ച് നമ്മൾ ഇന്റർപോളേഷൻ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? IRR. ഏകദേശം ഒരു IRR നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. സോ our next step is to find present value PV ഫാക്ടറിന്റെ ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇവിടെ PV ഫാക്ടർ എത്ര കിട്ടി? PV ഫാക്ടർ നമുക്ക് ഇവിടെ 3 കിട്ടി അല്ലെ? 3 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെർച്ച് ഫോർ എ വാല്യൂ നിയറസ്റ്റ് ടു PV ഫാക്ടർ ഇൻ 5th റോ ഓഫ് ക്യുമുലേറ്റീവ് PV ടേബിൾ. അപ്പൊ പ്രസന്റ് വാല്യൂ ടേബിളില് നമ്മൾ 5th റോ എന്ന് പറയാൻ കാരണം എന്താ? നമ്മുടെ പ്രോജക്റ്റിന്റെ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 5 years ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ 5th റോയിൽ നോക്കുന്നത്. അപ്പൊ പ്രസന്റ് വാല്യൂ ടേബിളില് 5th റോയില് നമുക്ക് PV ഫാക്ടർ 3 കിട്ടണം. അപ്പൊ 3 വാല്യൂ ആയിട്ട് 3യും 3യുടെ അടുത്ത് വരുന്ന വാല്യൂ ഏത് ഡിസ്കൗണ്ടിങ് റേറ്റിലാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്യാഷ് ഇൻഫ്ലോസ് എന്തായിരുന്നു? ഈക്വൽ ആയിരുന്നു അല്ലെ? ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആയിരുന്നു. 2,000 തന്നെയാണ് എല്ലാ വർഷവും നമുക്ക് കിട്ടിയത്. ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആകുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഏതാ നോക്കുക? PV ടേബിൾ എന്ന് പറയുന്ന ആനുറ്റി ടേബിൾ ആണ് നോക്കുക. ഔട്ട്ഫ്ലോസ് അൺഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ പ്രസന്റ് വാല്യൂ ടേബിൾ നോക്കുക. അതൊക്കെ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോവാണ് ആനുറ്റി ടേബിളില് 5th റോ അല്ലെ? 5th റോയില് 3 എന്ന വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കി പോകുമ്പം 15% ഇവിടെ 3.33 കിട്ടി. ഈ ഒരു ബുക്കിൽ 15% വരെ ഉള്ളൂ. സോ നമുക്ക് വേറെ ഒരു ടേബിൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ടേബിൾ ആണ്. ഈ ടേബിളില് ഓക്കെ, ഇവിടെ 5th റോയിലല്ലേ നോക്കണ്ടേ? 5th റോയില് നമ്മൾ നോക്കി പോയി ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ നോക്കിയോ. ഓക്കെ, ഈ 18% ഉള്ളപ്പോൾ നോക്കി 3.127 ആയി. 18%, 19% 3.058 ആയി. ദെൻ 20% 2.911 ആയി. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കേണ്ടത് നമ്മുടെ ഇന്റർപോളേഷൻ ഫോർമുല കണ്ടായിരുന്നല്ലോ. അവിടെ ഒരു ഹയർ റേറ്റും ഉണ്ട് ലോവർ റേറ്റും ഉണ്ട്. 2 റേറ്റ് ഒക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് 2 റേറ്റ് ആണ്. എന്തുകൊണ്ട് നമ്മൾ 2 റേറ്റ് എടുക്കുന്നത്? കാരണം ഇവിടെ 18% നമ്മൾ എടുത്തു വിചാരിക്കാം. ഇപ്പം സപ്പോസ് ഇവിടെ 3 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മുടെ ടേബിളിൽ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. 3 എന്ന് പറയുന്ന എക്സാക്ട് വാല്യൂ ഉള്ള ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ IRR എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ ഒരു 19 പോയിന്റ് സംതിങ് ഉണ്ടായിരുന്നു. അതിന്റെ താഴെ ഇവിടെ 5th റോയില് വരുന്ന വാല്യൂ
എത്രയാണ് 3 എന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ IRR എന്ന് പറയുന്നത് അതായിരിക്കും. നമുക്ക് പിന്നെ കാൽക്കുലേഷന്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നോക്കിയിട്ട് ലോവർ റേറ്റും ഹയർ റേറ്റും എടുത്തിട്ട് നമ്മൾ ആ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. സോ ഇവിടെ 19% 3.058ഉം 20%-ൽ 2.991 ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മുടെ വാല്യൂ എവിടെയായിരിക്കും കിടക്കുക, ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിരിക്കും കിടക്കുക. നമുക്ക് 3 ആണ് നമ്മുടെ വാല്യൂ, അപ്പൊ ഇതിന്റെ രണ്ടും 19ന്റെയും 20ന്റെയും ഇടയ്ക്കാണ് നമ്മുടെ വാല്യൂ കിടക്കുന്നത്. സോ നമുക്ക് രണ്ട് റേറ്റ് കിട്ടുക, ഹയർ റേറ്റ് ലോവർ റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് റേറ്റ് കിട്ടി. ആൻഡ് ദാറ്റ് ഈസ് 3.058 at 19% ആൻഡ് 2.991 at 20%. അതാണ് രണ്ട് നമ്മുടെ റേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് അങ്ങോട്ട് എടുത്തെഴുതാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ എടുത്തെഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 19%-ൽ 3.058ഉം 20%-ൽ 2.91 എന്നും പറഞ്ഞ് രണ്ട് റേറ്റ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് IRR ബൈ ഇന്റർപോളേഷൻ ഫോർമുല. അപ്പൊ ഇന്റർപോളേഷൻ ഫോർമുല വെച്ച് നമ്മൾ ഇനി IRR കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പം ഇന്റർപോളേഷൻ ഫോർമുല ഇങ്ങനെയാണ്, L പ്ലസ് P1 മൈനസ് Q ഡിവൈഡഡ് ബൈ P1 മൈനസ് P2 ഇൻറ്റു H മൈനസ് L. ഇതാണ് നമ്മുടെ ഇന്റർപോളേഷൻ ഫോർമുല. ഇതിന്റെ അബ്രിവിയേഷൻസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതാണ് അതിന്റെ അബ്രിവേഷൻ, ഇന്റർപോളേഷൻ ഫോർമുലയുടെ അബ്രിവേഷൻ. L മീൻസ് ലോവർ ഡിസ്കൗണ്ട് റേറ്റ്. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ L എത്രയാണ്, 19 ആണ്. Then H is equal to higher discount rate. ഇവിടെ നമുക്ക് 20% ആണ്. Then P1, P2 നമുക്ക് കണ്ടുപിടിക്കണം. PV ഫാക്ടർ ലോവർ റേറ്റ് വെച്ചിട്ടും ഹയർ റേറ്റ് വെച്ചിട്ടുള്ള PV ഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. Then Q is equal to net cash outflow. ഔട്ട്ഫ്ലോ എത്രയാണ്, നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്, 6000 ആണ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഇനി P1 കണ്ടുപിടിച്ചു. P1 എത്രയാണ്, P1 എന്ന് പറയുന്നത് 19%-ലുള്ള ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 3.058 ആണ്. അപ്പം നമ്മുടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എത്രയാണ്, 20,000 ആണ്. 2,000 ആണ്. അപ്പൊ നമുക്ക് പ്രസന്റ് വാല്യൂ അറ്റ് ലോവർ റേറ്റിലുള്ള ഈ ഡിസ്കൗണ്ടിങ് റേറ്റിലുള്ള പ്രസന്റ് വാല്യൂ ആണ് എത്ര, ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ആണ് എത്ര, 2000 ഇൻറ്റു 3.058 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 6116 എന്ന് നമുക്ക് കിട്ടും. ദെൻ P2 എന്ന് പറയുന്നതോ ഹയർ ഡിസ്കൗണ്ട് റേറ്റിലുള്ള പ്രസന്റ് വാല്യൂ ആണ്. സോ അത് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 5982 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇനി ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഫോർമുല എഴുതാൻ പോവാണ്. ഫോർമുല എഴുതുമ്പോൾ I ഈസ് ഈക്വൽ ടു ലോവർ റേറ്റ് എത്രയാണ്, 19 ആണ്. 19 പ്ലസ് P1 എന്ന് പറയുന്നത് എത്രയാണ്, 616 മൈനസ് Q എന്ന് പറയുന്നത് എന്തായിരുന്നു, Q ഇവിടെ പറഞ്ഞിട്ടുണ്ട് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് എന്ത്, Q എന്ന് പറയുന്നത്. സോ Q ഇസ് 6000 ഓൾ ഡിവൈഡഡ് ബൈ P1 എന്ന് പറയുന്നത് 6116 മൈനസ് P2 എത്രയാണ്, 5982 ഇൻറ്റു ഇവിടെ H മൈനസ് L എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. 20 മൈനസ് 19 അത് 1 ആയി പോകും. സോ ഇത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇസ് ഈക്വൽ ടു 19 പ്ലസ് 616 മൈനസ് 6000 എന്ന് പറയുന്നത് 116 ഡിവൈഡഡ് ബൈ 6116 മൈനസ് 5982 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 134 എന്ന് കിട്ടും. 134 ഇൻറ്റു 20 മൈനസ് 19 1 ആണ്. അപ്പൊ അത് പിന്നെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കിത് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് 116 ഡിവൈഡഡ് ബൈ 134 എത്ര കിട്ടി, 0.86. അപ്പൊ നമ്മളിവിടെ എഴുതാം 19 പ്ലസ് 0.86 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 19 പ്ലസ് 0.86 is equal to 19.86. ഇതെന്താണ് കിട്ടിയേക്കുന്നത്, നമുക്കിപ്പോൾ ഈ കിട്ടിയേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഡിസ്കൗണ്ട് റേറ്റ് IRR ആണ് ഈ കിട്ടിയേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. 19.86 ആണ് നമ്മുടെ ഡിസ്കൗണ്ടിങ് റേറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു കേസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്, ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആകുന്ന സിറ്റുവേഷനിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്യാഷ് ഇൻഫ്ലോസ് അൺഈക്വൽ ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിനും നമ്മളിങ്ങനെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കും. ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ മൊത്തമായിട്ട് എടുത്തിട്ട് ഒരുമിച്ച് ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അൺഈക്വൽ ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും, ആ ഓരോ വാല്യൂസിനും ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ദെൻ നമ്മൾ പ്രസന്റ് വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുക. അപ്പം ഇത് ഈക്വൽ ആകുന്ന സിറ്റുവേഷനിലാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ.